അത് വെറും യാദൃശ്ചികമാണ്. St. Mary's Church presents a priest guidance. In tribute to our vicar, Father Justin Kaleni, the parish council is in a heated discussion regarding the celebration of this year's Perunal. എല്ലാവരും ശാന്തരായിരിക്കും. നമുക്ക് ചർച്ച ചെയ്ത് പെട്ടെന്ന് തീരുമാനിക്കണം. എനിക്ക് വേറെ പള്ളിയിൽ കുർബാനയുള്ളതാ. അല്ല അച്ഛോ, എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായിരിക്കണം ഈ വർഷത്തെ പെരുന്നാൾ. എല്ലാവരും ഓർത്തിരിക്കാൻ പറ്റിയ ഒന്നായിരിക്കണം. അതെന്തായിരിക്കുമോ? ഞങ്ങളുടെ ടൈം തരുമല്ലേ? അത്രയല്ലല്ലോ, പള്ളി ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. നമ്മളും എന്തായാലും പെരുന്നാൾ ഗംഭീരമായിരിക്കണം. എൻ്റെ അഭിപ്രായം ഏതാ? അതെ, ഒന്നിനൊരു കുറവുണ്ടായിരിക്കരുത്. ചെണ്ടയ്ക്ക് ചെണ്ട, വെടിക്കെട്ടിന് വെടിക്കെട്ട്, എലിമിനേഷൻ, ഒരു അടിപൊളി പ്രദർശനം, എല്ലാം കഴിഞ്ഞ ഒരു ഒന്നൊന്നര സദ്യ. എന്തിനാ ഇത്ര കൊണ്ട് നിർത്തുന്നേ? നമുക്കൊരു ഗാനമേള കൂടെ ആകാം. എന്താ കളിയാക്കാ? അല്ല പിന്നെ, ആകെ 4, 3, 7 പേരുണ്ട് ഈ ഇടവകയില്. അതിൽ സ്ഥിരം വരുന്നത് എത്രയാ? അതൊക്കെ ഓരോരുത്തരും സൗകര്യമില്ലേ? നമ്മളിങ്ങനെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതെ, ആ വിഷയം ചർച്ച ചെയ്യാനുള്ള വേദി അല്ലിത്. നമുക്ക് പെരുന്നാളിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല. പെരുന്നാളിന് വെടിക്കെട്ട് വേണം. വെടിക്കെട്ടില്ലെങ്കിൽ പെരുന്നാളില്ല. വെടിക്കെട്ടോ? അതൊരിക്കലും വേണ്ട. ആൾക്കാർ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അപ്പനപ്പന്മാരെ കാലം തുടങ്ങിയിട്ട് വെടിക്കെട്ടില്ലാണ്ട് ഒരു പെരുന്നാൾ ഇതുവരെ നടന്നിട്ടില്ല. അപ്പനപ്പൊപ്പന്മാരൊക്കെ പോയില്ലേ? നമുക്കിപ്പം കാലത്തിനനുസരിച്ച് മാറാം. ഇപ്പം നാട്ടിൽ പോലും പല പള്ളിയിലും പെരുന്നാളിന് വെടിക്കെട്ടില്ല. ഏയ്, അത് പറ്റില്ല. വെടിക്കെട്ട് വേണം. വെടിക്കെട്ടുള്ള ഒരു പരിപാടി ഈ പള്ളി വേണം. ശാന്തരായിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു കുറഞ്ഞ ചിലവിൽ ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് നമുക്ക് പൊട്ടിക്കാം. ആർക്കും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ പ്രദക്ഷിണവും സദ്യയും സാധാരണ പോലെ. എന്ത് പറയുന്നു? എല്ലാവരുടെ ഇഷ്ടം ഇത് തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ നടന്നോട്ടെ. പക്ഷെ ഈ കാശ് എവിടെ നിന്നുണ്ടാക്കുക? പൈസയെക്കുറിച്ച് ഓർത്ത് ഒത്തിരി വിഷമിക്കണ്ട. പുണ്യവാളൻ്റെ കാര്യം പുണ്യവാളൻ നോക്കിക്കോളും. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ പൈസയൊക്കെ വന്നോളും. പിന്നെ അച്ഛാ, പിണ്ടി വേണട്ടാ. ഇതൊക്കെ ആര് ചെയ്യും? പിണ്ടിയൊന്നും വേണ്ടെന്ന്. ഏയ്, പിണ്ടി വേണം. നമുക്കത് യൂത്തിനെ ഏൽപ്പിക്കാം. ആർക്കും സമയമില്ല അച്ചോ. കോളേജും ജോലിയുമായി എല്ലാവരും ബിസിയാണ്. പിണ്ടി വേണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് ചെയ്യണം. യൂത്തോ മാതൃസംഘമോ ഒന്നും ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ അത് നടക്കില്ല. ഒക്കെ ചെയ്യാച്ചോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു പിരിയാം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇടയ്ക്കൊക്കെ നിങ്ങളെയൊക്കെ പള്ളിയിൽ കാണാറുള്ളല്ലോ. എന്താ എല്ലാവരും ബിസിയാ? അച്ഛൻ ജോലിയുടെ തിരക്കാണ്, അതുകൊണ്ട് മിസ്സാകുന്നു. ഒരു കാര്യം ഓർത്തിരിക്കുക, പള്ളിയും കൂദാശയും മറന്നുള്ള ജീവിതം അപകടമാണ്. ഓർത്തോളണം. പിന്നെ ഞായറാഴ്ച കടമുള്ള ദിവസമാണ്, അതും മറക്കണ്ട. അത് ശരിയാച്ചു. ഏത് ഞായറാഴ്ച പള്ളിയിൽ വന്നാലും ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ അടിച്ചു മാറ്റും. ഞായറാഴ്ച കടം തന്നെ അച്ചോ. ആ കടമൊക്കെ എഴുതി വെച്ചാൽ മതി. നീയൊക്കെ കെട്ടാൻ വേണ്ടി ഈ പള്ളിയിലോട്ട് തന്നെയല്ലേ വരുന്നത്. കുർബാന കടം അപ്പോൾ തീർക്കേണ്ടി വരും. എന്താ ജോജോ, പള്ളിയിൽ വന്നാലും അകത്തോട്ട് കയറാറില്ലല്ലോ? അച്ഛോ, വീട്ടിലിരിക്കുന്നത് സമ്മതിക്കില്ല. ഇവരൊക്കെ കാണാൻ വേണ്ടി ഞാൻ വരുന്നതാണ്. ഇപ്പൊ കുർബാനയിലൊന്നും എനിക്ക് താല്പര്യമില്ല. എന്തു പറ്റി? ഒന്നുമില്ല അച്ഛോ, എനിക്കിപ്പോൾ കുറെ സംശയങ്ങളുണ്ട്. എന്താ നിന്റെ സംശയങ്ങൾ? ഇല്ല അച്ഛോ, അച്ഛനിപ്പോൾ മറ്റേ പള്ളിയിൽ കുർബാനയ്ക്ക് പോകേണ്ട സമയമായില്ലേ? അത് സാരമില്ല, നീ ഇങ്ങ് വാ, നമുക്ക് സംസാരിക്കാം. വഴിതെറ്റിപ്പോകുന്ന 99 ആടുകളെക്കാൾ കണ്ടെത്തിയ ഒന്നിനെ പ്രതി സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവും. അതുകൊണ്ട് നീ വാ.
seemingly small but significant moments where the priest leaves the indelible mark in our lives, no matter where we go. സ്നേഹം നിറഞ്ഞ ജസ്റ്റിച്ച ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പൗരോഹിത്യ ജീവിതത്തിൽ 25 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സഭയ്ക്കും കല്യാൺ രൂപതയ്ക്കും അന്തേരി ഫൊറോനയ്ക്കും സെന്റ് മേരീസ് ഇടവകയ്ക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ അച്ഛനിലൂടെ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഈ നിമിഷം അച്ഛൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ അച്ഛൻ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒപ്പം ഒരു കാര്യം, ഇനിയുള്ള ജീവിതത്തിൽ തമ്പുരാന്റെ കൂടെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അടിപതറാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛന് അനേകായിരം ആശംസകളും പ്രാർത്ഥനകളും. ഗോതമ്പ് പൊഴിഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും മാത്രമേ മാറൂ അപ്പവും വീഞ്ഞുമായി. ഗോതമ്പ് പൊടിയാണ്ട് മുന്തിരി പിഴിയാണ്ട് അപ്പം വീഞ്ഞും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ അച്ഛൻ്റെ ചെറുപ്പകാലം മുതലേയുള്ള മോഹമായിരുന്നിരിക്കാം അച്ഛനൊരു വൈദികനാണെന്ന്. ദൈവം കൂടുതലായ അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ സിനോർ ജൂബിലിക്ക് ഞങ്ങളുടെ എല്ലാവരും ആശംസകൾ നൽകുന്നു. സ്നേഹം നിറഞ്ഞ ജസ്റ്റിൻ അച്ഛൻ പൗരോഹിത്യ ജീവിതയാത്രയുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അച്ഛൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പൊന്നു തമ്പുരാന് ബലിയർപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഇനിയും അച്ഛന് ഒത്തിരി വർഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന അച്ഛന് എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിൻ അച്ഛൻ്റെ സിനോർ ജൂബിലി ആശംസകൾ നൽകുകയും പ്രിയ ജസ്റ്റിൻ അച്ഛ, എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. We wish our dear Justin Achan best wishes for his Silver Jubilee celebration. Congratulations, Reverend Father Justin, on your Silver Jubilee celebration of priestly ordination. Your dedication to the Lord's work touches our hearts and souls daily. We are forever grateful for your words of wisdom, guidance, and unwavering faith. You are a blessing to our church, and we thank God for you. Your words of wisdom bring hope, and your actions bring love to our community. Once again, a big congratulations, Acha. Enjoy your special day with your family and loved ones. May God continue to bless and guide you. Thank you. Hello, Acha. Congratulations on your Jubilee year of ordination. Thank you for all your service, your support, love, and dedication, especially towards the youth. We are always going to be grateful for your wisdom and your care. May God bless you abundantly to continue your service towards His people. As we celebrate the silver jubilee of your ordination, Father Justin, we thank you for continuing to guide us with your wisdom as we grow in faith. Thank you.